ഓക്കെ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ അസംബ്ലി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു അസംബ്ലി അത്ര എളുപ്പമുള്ള ടോപ്പിക്കൊന്നും അല്ല. അപ്പം നമ്മൾക്ക് രണ്ട് പാർട്സ് അസംബിൾ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഉം, ഓക്കെ. ഞാൻ ഇവിടെ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഉം, ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത രണ്ട് പാർട്സ് പ്ലേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു പാർട്ടിയെ പ്ലേസ് ചെയ്തു. ഇനി അടുത്തത് രണ്ടാമത്തെ പാർട്ടി ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എയിം എന്താണെന്ന് വെച്ചാൽ ഈ പാർട്സിനെ രണ്ടും അസംബ്ലി ഇവിടെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഫസ്റ്റ് ഒരു പാർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് രണ്ടാമത് ഇവിടെ വേറൊരു പാർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ എയിം എന്ന് വെച്ചാൽ ഈ രണ്ട് പാർട്ടിനെയും എന്തോന്ന് ചെയ്യണം, അസംബിൾ ചെയ്യണം. എന്ന് വെച്ചാൽ ഈ പാർട്ട് ഇതിൻ്റെ അകത്ത് വെക്കണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിനു വേണ്ടി അസംബ്ലിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. കൺസ്ട്രെയിൻസ് എന്ന് വെച്ചാൽ എന്താണ്? കൺസ്ട്രെയിൻസ് എന്ന് വെച്ചാൽ നമ്മൾ ലേ ചെയ്യുന്ന ഈ ലിമിറ്റേഷൻസ് ആണ്. അതിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് പറയുന്നത്. കൺസ്ട്രെയിൻസ് തുടങ്ങുന്നതിന് മുമ്പേ
ഞാൻ ഈ പാർട്ട് എടുത്തു, എന്നിട്ട് ഈ പ്രോപ്പർട്ടീസിലോട്ട് പോയി, കറൻസി സെലക്ട് ചെയ്തു, അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വിസിബിൾ ആക്കി, ഓക്കെ ആക്കി. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ നിന്ന് എനിക്ക് കിട്ടിയത് എന്തെന്ന് വെച്ചാൽ, ദിസ് മീൻസ് ദാറ്റ് ഐ ക്യാൻ മൂവ് ദിസ് പാർട്ട് ഇൻ ഓൾ ദീസ് വേസ്. എന്ന് വെച്ചാൽ ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടോ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് വെച്ചാൽ ഈ പാർട്ടിനെ എനിക്ക് ഏതെല്ലാം ഡയറക്ഷനിൽ എങ്ങനെയെല്ലാം മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ പാർട്ടിനെ എനിക്ക് മുകളിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ പാർട്ടിനെ എനിക്ക് സൈഡിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ പാർട്ടിനെ എനിക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ പാർട്ടിനെ എനിക്ക് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പോൾ അസംബിൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് ഏറ്റവും കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. വി ആർ അറ്റംപ്റ്റിംഗ് ടു റെഡ്യൂസ് ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇല്ലാണ്ട് വീഴ്ത്തുക, അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. കാരണം ഈ പാർട്ട് ഇതിൻ്റെ അകത്ത് കയറി പോകണമെങ്കിൽ, ഇഫ് ദിസ് പാർട്ട് ഹാസ് ടു എൻ്റർ ഇൻ ടു ദിസ് ഹോൾ, then we have to constrain this part. ഇതിൻ്റെ ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഇതിൻ്റെ മോഷനെ നമ്മൾ എന്ത് ചെയ്യണം, റെസ്ട്രിക്റ്റ് ചെയ്യണം. വി ഹാവ് ടു റെസ്ട്രിക്ട് ദ മോഷൻ ഓഫ് ദിസ് പാർട്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഡിഗ്രീസ്, അതാണ് ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നോക്കേണ്ടത്, ഹൗ ക്യാൻ വി റെഡ്യൂസ് ദ മോഷൻ ഓഫ് ദിസ് പാർട്ട്. ഈ പാർട്ടിൻ്റെ മോഷനെ നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാമെന്ന കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് കൺസ്ട്രെയിൻ എന്ന് പറയും. കൺസ്ട്രെയിനകത്ത് പല ഓപ്ഷനുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് മെയ്റ്റ്. മെയ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടുകളുടെ രണ്ട് ആക്സിസുകളെയോ അല്ലെങ്കിൽ രണ്ട് ഫേസുകളെയോ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പാർട്ടാണ് മെയ്റ്റ്. ഇപ്പം മെയ്റ്റ് ചെയ്യാൻ നമുക്ക് എന്തിനു ഉപയോഗിക്കാം, നമുക്ക് ഈ ഹോളിൻ്റെ ഈ ഫേസ് കണ്ടോ, ഈ ഫേസിനെ ഞാൻ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഈ ആക്സിസിനെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും എന്തായി, മെയ്റ്റായി. എന്നുവെച്ചാൽ ഇത് രണ്ടും ജോയിനായി. അപ്പം ഇത് മെയ്റ്റായി, അതിൻ്റെ ഞാൻ അപ്ലൈ കൊടുക്കും. ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ഈ പാർട്ടിനെ എനിക്ക് എന്നാലും ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഒരു ആക്സിസിനെ മാത്രമേ ഞാൻ കൺസ്ട്രെയിൻ ചെയ്തിട്ടുള്ളൂ. എന്നുവെച്ചാൽ ഇതിൻ്റെ ഇങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മൂവ്മെൻറ്റ് കൺസ്ട്രെയിൻഡ് അല്ല. എന്നുവെച്ചാൽ അതിനെ ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല. ഇതിനെ എനിക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. അത് റെസ്ട്രിക്റ്റ് ചെയ്താൽ ഈ പാർട്ട് കംപ്ലീറ്റ്ലി ഇതിൻ്റെ അകത്തായി എന്ന് പറയത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേറൊരു ഇത് ഉപയോഗിക്കാം, എന്തോന്ന് ഉപയോഗിക്കാം, ഫ്ലഷ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫേസുകളെ, ഈ ഫേസിനെയും ഈ ഫേസിൽ രണ്ട് ഫേസുകളെ അലൈൻ ചെയ്ത് വെക്കാൻ വേണ്ടി. എന്ന് വെച്ചാൽ ഒരു ഫേസും മറ്റൊരു ഫേസും രണ്ടും ഒരേ ഡയറക്ഷനിൽ വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ രണ്ട് ഫേസുകളെ അലൈൻ ചെയ്ത് വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരേ രീതിയിൽ വെക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൺസ്ട്രെയിൻ ടൂളാണ് ഫ്ലഷ് എന്ന് പറഞ്ഞാൽ. ഫ്ലഷ് എന്ന് വെച്ചപ്പോൾ ഞാൻ ഫ്ലഷ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഫേസിനെയും ഈ ഫേസിനെ സെലക്ട് ചെയ്തപ്പോൾ കണ്ടോ, ഈ രണ്ട് ഫേസും ഒരേ ലൈനിൽ വന്നു. അങ്ങനെ രണ്ട് ഫേസുകളെ ഒരേ ലൈനിൽ അലൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് ഏത്, ഫ്ലഷ് എന്ന് പറയുന്നത്. ഫ്ലഷ് ഈസ് എ ടൂൾ ദാറ്റ് ഈസ് യൂസ്ഡ് ടു അലൈൻ ടു ഫേസസ്. ഇനി പക്ഷേ ഇത് കണ്ടു, ഇത് എനിക്ക് ഇഷ്ടമുള്ള രീതിയിലായിട്ടില്ല. ഇതിനെ ഞാൻ അപ്ലൈ കൊടുക്കുകയാണ്. ഇത് ഇപ്പോൾ എനിക്ക് ഈ പാട്ടിനെ ഒറ്റ സിംഗിൾ യൂണിറ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇതിനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഇതിൻ്റെ വെളിയിലിരിക്കുന്നു, ഒരുമാതിരി ഏകദേശം ഒരു ഈക്വലി പോലെ ഇരിക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് റിലേഷൻഷിപ്സ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത ഓപ്പറേഷൻസ് മൊത്തം കാണിക്കുന്ന പാർട്ടാണ് റിലേഷൻഷിപ്പ്. നമ്മളിപ്പോൾ ഫ്ലഷ് അല്ലേ ചെയ്തത്, അതിനെ ഞാൻ എഡിറ്റ് ചെയ്യുവാണ്. ഫ്ലഷ് ചെയ്തു, ആ ഫ്ലഷിനെ ഞാനൊരു 25 mm ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടി പോകാൻ. അത് ആ ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ -25 mm കൊടുത്തു. ഇപ്പം കണ്ട, ഇപ്പം ഇതിൻ്റെ അകത്തോട്ട് കയറുന്നത്. ഓഫ്സെറ്റ് എന്ന് വെച്ചാൽ എന്താണ്, നേരത്തെ പറ്റില്ല. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ചെയ്തൊരു ഓപ്പറേഷനിൽ നിന്ന് ഇച്ചിരി ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയേഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പാർട്ടാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിനെ ഞാൻ ഓഫ്സെറ്റ് ചെയ്തപ്പോൾ ഈ പാർട്ട് കംപ്ലീറ്റ്ലി എന്തായി. ഇപ്പം ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് എത്രയും കുറയ്ക്കാൻ പറ്റുമോ അതിനെയാണ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, പാർട്ടിൻ്റെ
അസംബ്ലിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. വി ഹാവ് ടു റെഡ്യൂസ് ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അങ്ങനെയാണ് നമ്മൾ പാർട്ടിനെ അസംബിൾ ചെയ്യുന്നത്. നമ്മൾ സോളിഡ് വർക്ക്സിൽ ഉപയോഗിച്ച് നോക്കല്ലോ, സോളിഡ് വർക്ക്സിലെ അസംബ്ലി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ഓട്ടോഡെസ്ക് സോഫ്റ്റ്വെയർസിനകത്ത് നമ്മൾ അസംബ്ലിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് മൂന്ന് ഓപ്പറേഷൻസ് ആണ്: ഫ്ലഷ്, മെയ്റ്റ്, ആംഗിൾ. അങ്ങനെ 3 ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഓട്ടോഡെസ്ക് സോഫ്റ്റ്വെയർസിനകത്ത് അസംബ്ലിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനെ നമ്മളിപ്പോൾ എന്ത് ചെയ്തു? അസംബ്ലി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇവിടെ ഒന്ന് ഒരു ബ്ലോക്കിനെ പ്ലേസ് ചെയ്യാം. രണ്ട് ബ്ലോക്കിനെ പ്ലേസ് ചെയ്യും. ഞാൻ ഇനിയും ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ആംഗിൾ കൺസ്ട്രെയിൻഡ് അസംബ്ലി എന്ന് വെച്ചാൽ ആംഗിൾ വെച്ചുള്ള അസംബ്ലി. അതാണ് നമ്മൾ ഇനി അടുത്തായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആംഗിൾ കൺസ്ട്രെയിൻഡ് അസംബ്ലി, അതാണ് നമ്മുടെ അടുത്ത ഗോൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ ഒരു ഹിഞ്ച് പോലെ ഇതിനെ രണ്ടിനെ മൂവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഐ എം ഗോയിങ് ടു മൂവ് ദീസ് 2 ബ്ലോക്സ് ഇൻ ദ ഫോം ഓഫ് എ ഹിഞ്ച്. ഒരു ഹിഞ്ച് പോലെ ഇതിനെ മൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ കൺസ്ട്രെയിൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ ആദ്യം ഇതിനെ മെയ്റ്റ് ചെയ്യും. മെയ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടിനെ ജോയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ മെയ്റ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ഒരു ആക്സസ് സെലക്ട് ചെയ്തു, ഈ ഒരു ആക്സസും സെലക്ട് ചെയ്തു. അപ്പോൾ അതെന്തായി? ഇത് രണ്ടും മെയ്റ്റായി, അപ്ലൈ ചെയ്തു. ഇനി ഞാൻ ഫ്ലഷ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഫ്ലഷ് ചെയ്യുകയെന്ന് വെച്ചാൽ രണ്ട് ഫേസുകളെ അലൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ ഫ്ലഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഫേസിനെ ഫ്ലഷ് ചെയ്തു, ഈ ഫേസിനെ അലൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ അത് അത്രയും കൺസ്ട്രെയിൻഡ് ആയി. എന്ന് വെച്ചാൽ നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെ കുറയ്ക്കണം. പാർട്ട് നമ്മൾ വെക്കുമ്പം അതിന് ഒത്തിരി അധികം മോഷനുണ്ട്. ആ മോഷനെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്ത് കുറച്ച് വന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ, അതിനെ ഒരു രീതിയിൽ അസംബിൾ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെ ഫ്ലഷ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെന്ന് ചെയ്തു? ഈ ഫേസിനെയും ജോയിൻ ചെയ്തു. ഇനി ഞാൻ കിടക്കാൻ പോകുന്നത് ആംഗിൾ കൺസ്ട്രെയിനിലേക്കാണ്. ആംഗിൾ കൺസ്ട്രെയിന് വേണ്ടി ഞാൻ ഈ ഓപ്ഷനെ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഡയറക്റ്റഡ് ആംഗിൾ എന്ന് വെച്ചാൽ രണ്ട് ഫേസുകൾ തമ്മിലുള്ള ആംഗിളിനെ വേരിയേറ്റ് ചെയ്യുക. ഇത് അൺഡയറക്റ്റഡ് ആംഗിൾ. അൺഡയറക്റ്റഡ് ആംഗിൾ എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ ഇല്ലാതെ നമ്മൾ അലൈൻ ചെയ്യുക. ഇത് ഏറ്റവും നല്ല സാധനമാണ്, എക്സ്പ്ലിസിറ്റ് റെഫറൻസ് വെക്ടർ. ഇതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ രണ്ട് ഫേസിനെയും രണ്ട് ഫേസും ഒരു ആക്സിസും തമ്മിലുള്ള ആംഗിൾ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനെ. ഇത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആംഗിൾ കൺസ്ട്രെയിൻറ്റ് മെത്തേഡാണ്. ആംഗിൾ കൺസ്ട്രെയിൻസ് നടത്താൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ് രണ്ട് ഫേസിനെയും അതോടൊപ്പം തന്നെ ഒരു വെക്ടറിനെ രണ്ടിനെയും കൺസ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചെയ്തതിനകത്ത് ചെറിയൊരു ഉണ്ട്. അല്ല അതെങ്ങനെയല്ലേ? ഇതിനെ ഞാൻ വേണ്ട, ഞാൻ ഈ വെക്ടർ കണ്ട ഞാൻ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഇതിൻ്റെ താഴെയുള്ള ഈ ഒരു ഫേസും സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ ഈ രണ്ട് ഫേസുകളും തമ്മിലുള്ള ആംഗിൾ ഇപ്പോൾ 0 ഡിഗ്രി അല്ലേ. ഞാൻ നേരത്തെ ഫിജറ്റ് സ്പിന്നറിൻ്റെ ആനിമേഷൻ കാണിച്ചായിരുന്നു. ഫിജറ്റ് സ്പിന്നറിൻ്റെ ആനിമേഷൻ അത് സത്യം പറഞ്ഞാൽ പാർട്ട് നമ്മൾ ഡൈനാമിക്കലി മൂവ് ചെയ്യുന്നതല്ല. നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ: രണ്ട് ഫേസ് സെലക്ട് ചെയ്യും, എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആ രണ്ട് ഫേസുകളുടെ ഇടയിലുള്ള ആംഗിളിനെ നമ്മൾ എന്തോന്ന് ചെയ്യും? വേരി ചെയ്യിപ്പിക്കും. അങ്ങനെ രണ്ട് ഫേസ് സെലക്ട് ചെയ്തിട്ട് ആ രണ്ട് ഫേസുകളുടെ ഇടയിലുള്ള ആംഗിളിനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വേരി ചെയ്യിപ്പിക്കുമ്പോൾ അത് മൂവ് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും, അല്ലാതെ അത് ആക്ച്വലി മൂവ് ചെയ്യുന്നതല്ല. നമ്മൾ രണ്ട് ഫേസിനെ സെലക്ട് ചെയ്തിട്ട് എന്തോന്ന് ചെയ്യിപ്പിക്കും? ആ രണ്ട് ഫേസ് നമ്മളുടെ ആംഗിളിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യിപ്പിക്കും. അത് മൂവ് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും, പക്ഷെ ആക്ച്വലി അത് എന്ത് ചെയ്യുന്നില്ല? അത് മൂവ് ചെയ്യുന്നില്ല. അത് ആക്ച്വലി അതെന്തോന്ന് ചെയ്യുന്നില്ല? അത് മൂവ് ചെയ്യുന്നില്ല. അങ്ങനെ തോന്നുന്നതേ ഉള്ളൂ.
അങ്ങനെ അതെങ്ങനെ അത് തോന്നുന്നതേ ഉള്ളൂ. ആക്ച്വലി അതിനെന്തോന്നൊന്നുമില്ല, മോഷനൊന്നും ഇല്ല. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഈ മണ്ടയ്ക്കത്തെ ഫേസും സെലക്ട് ചെയ്തു. ഞാൻ ഈ മണ്ടയ്ക്കത്തെ ഫേസ് സെലക്ട് ചെയ്തു, എന്നിട്ട് ഈ താഴത്തെ ബ്ലോക്ക് ഇല്ലേ അതിൻ്റെ ഈ ഫേസും സെലക്ട് ചെയ്തു. അപ്പം ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന വെച്ചാൽ ഈ രണ്ട് ഫേസിൽ തമ്മിലുള്ള ആംഗിളിനെ ഞാൻ എന്തോന്ന് ചെയ്യും, വേരി ചെയ്യും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിത് 90 ഡിഗ്രി വെക്കാം. കണ്ടോ, ഈ ഇവിടെ കാണിക്കുന്നുണ്ടോ, ഈ രണ്ട് ഫേസുകൾ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇനി ഞാൻ ഇതിനെ 180 ഡിഗ്രി സെറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പം കണ്ടോ, ഈ രണ്ട് ഫേസുകൾ തമ്മിലുള്ള ആംഗിൾ കണ്ടോ, അത് 180 ഡിഗ്രിയാണ്. ഓക്കെ കൊടുത്തു. ഇനിയും ഇവിടെ നമുക്ക് റിലേഷൻഷിപ്സ് ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത ഓപ്പറേഷൻസ് എല്ലാം കാണും. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രൈവ് എന്ന് പറയുന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക, 90 സെറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ ഇനിയും ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ഫേസും അല്ല ഞാൻ സെലക്ട് ചെയ്തത്. നമ്മൾ സെലക്ട് ചെയ്ത ഫേസുകളുടെ ആംഗിള് ഞാൻ 180-ന്ന് 90-ലേക്ക് മാറ്റാൻ പോകണം. അതാണ് ഞാൻ ഫിജറ്റ് സ്പിന്നകത്ത് ചെയ്തത്. ഞാൻ ഫേസ് സെലക്ട് ചെയ്തു, വേറൊരു ഫേസും സെലക്ട് ചെയ്തു, എന്നിട്ട് ആ രണ്ട് ഫേസുകളുടെ ഇടയിലുള്ള ആംഗിൾ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ രണ്ട് ഫേസുകളുടെ ഒന്ന് ഓർത്ത് വയ്ക്കുക, രണ്ട് ഫേസുകളുടെ ഇടയിലുള്ള ആംഗിൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് മൂവ് ചെയ്യുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യും, അപ്പിയർ ചെയ്യും. ഇനി ഇതിനകത്ത് നമുക്ക് ഇച്ചിരി ഒരു ആനിമേഷൻ പോയി, അത് ഡൈനാമിക്കലി മോഷൻ അല്ല, അത് ഡൈനാമിക് മോഷൻ അല്ല, ജസ്റ്റ് ആംഗിൾ വേരിയേഷൻ മാത്രമാണ്. നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം ചെയ്യും. ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് ഞാൻ 5 ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ നോക്കണം, കണ്ടോ, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ രണ്ട് ഫേസ് കണ്ടോ, ആ രണ്ട് ഫേസിന്റെ ഇടയിലുള്ള ആംഗിളിനെയാണ് ഞാൻ വേരി ചെയ്യുന്നത്, അല്ലാതെ അതിന് ഞാൻ മോഷൻ കൊടുക്കുമല്ല. പക്ഷെ നമ്മൾ ഈ രണ്ട് ഫേസുകളുടെ ഇടയിലുള്ള ആംഗിളിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ രണ്ട് ഫേസുകളുടെ ഇടയിലുള്ള ആംഗിളിനെ വേരി ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കത് മോഷനിലാണെന്ന് എന്ത് ചെയ്യുന്നത്, തോന്നുന്നത്, അത് ആനിമേഷനിലാണെന്ന് നമുക്ക് തോന്നുന്നത്. ഓക്കെ, പിന്നെ എന്നോട് ഡൗട്ട് ചോദിച്ച ഒരു ടോപ്പിക് ഉണ്ട്, അത് ഫിജറ്റ് സ്പിന്നറിനെ കുറിച്ച് ഒരാൾ ഡൗട്ട് ചോദിച്ചായിരുന്നു. ആ ഫിജറ്റ് സ്പിന്നർ നമുക്കൊന്നും കൂടെ എടുക്കാം. ഞാൻ ഫിജറ്റ് സ്പിന്നർ അന്ന് എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്തത് എന്നതിനെ കുറിച്ച് ഒരാൾ ഡൗട്ട് ചോദിച്ചായിരുന്നു. അപ്പോൾ ഫിജറ്റ് സ്പിന്നറിന്റെ കേസ് എടുക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ഫിജറ്റ് സ്പിന്നറിനെ അതിൻ്റെ സെൻറ്ററിലുള്ള ഫിജറ്റ് സ്പിന്നറിനെ നമ്മളതിനെ അതിൻ്റെ സെൻറ്ററിലുള്ള ബോൾ ബെയറിങ്ങിൻ്റെ അറൗണ്ടാണ് എന്തോന്ന് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഈ ബോൾ ബെയറിംഗ് കണ്ടോ, ഈ ബോൾ ബെയറിങ്ങിനെ എനിക്ക് ഫിക്സ് ആക്കണം. ആ ബോൾ ബെയറിങ്ങിനെ അത് അനങ്ങാതെ എനിക്ക് വെക്കണം, എന്നാലേ ബാക്കിയുള്ള പാർട്സ് റൊട്ടേറ്റ് ചെയ്യത്തുള്ളൂ. ആ ബോൾ ബെയറിങ് സെൻറ്ററിലുള്ള ബോൾ ബെയറിങ് ഇത് ഒട്ടും അനങ്ങാൻ പാടില്ല. അത് ഒട്ടും അനങ്ങാൻ പാടില്ല. അത് ഒരു പോയിന്റിൽ എനിക്ക് ആണി വെച്ച് അടിച്ചു വെക്കുന്ന പോലെ അടിച്ചു വെക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് ബാക്കിയുള്ള പാർട്സ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. പക്ഷേ ആ ഒരു ബോൾ ബെയറിങ്ങിനെ മാത്രം എനിക്ക് ഫിക്സ് ചെയ്ത് വെക്കണം, എങ്കിലും എനിക്ക് അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് കൺസ്ട്രെയിൻസ് ഇങ്ങനത്തെ കേസിൽ കൺസ്ട്രെയിൻസ് സെലക്ട് ചെയ്യുമ്പം നമ്മൾ രണ്ട് ടൈപ്പിൽ കൺസ്ട്രെയിൻ ചെയ്യണം. ഒന്ന്, ഏതിനെയാണോ നമുക്ക് ഫിക്സ് ചെയ്യേണ്ടത് അതിൻ്റെ ആക്സിസിനെ നമ്മൾ കൺസ്ട്രെയിൻ ചെയ്യണം, അതിൻ്റെ പ്ലെയിനെ നമ്മൾ കൺസ്ട്രെയിൻ ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ ഈ അസംബ്ലിയുടെ ഇവിടെ പോവുക. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഫിജറ്റ് സ്പിന്നറിൻ്റെ ആക്സിസുകൾ. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഈ അസംബ്ലിയുടെ സെഡ് ആക്സിസ് ഇവിടെ, ഇവിടാണ്. അത് ഞാൻ സെലക്ട് ചെയ്തു. ഇനി അതിനെ ഞാൻ മേറ്റ് ചെയ്യാൻ പോകുന്നു വെച്ചാൽ അതിനെ ഞാൻ ജോയിൻ ചെയ്യാൻ പോകും. എന്തുമായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്, ഫിജറ്റ് സ്പിന്നറിന്റെ സെഡ് ആക്സിസ്. അപ്പം എന്ത് സംഭവിക്കും, നമ്മുടെ ഈ അസംബ്ലിയുടെ സെഡ് ആക്സിസും ഫിജറ്റ് സ്പിന്നറിന്റെ സെഡ് ആക്സിസും ഒരേ പോയിന്റ് ആകും. അപ്പോൾ അസംബ്ലി നമ്മൾ റൊട്ടേറ്റ് ചെയ്യാതെ ഫിജറ്റ് സ്പിന്നറും എന്തോന്ന് ചെയ്യത്തില്ല, റൊട്ടേറ്റ് ചെയ്യത്തില്ല. അപ്ലൈ, ഇതിനെ നമ്മൾ എന്തോന്ന് ചെയ്തു, ജോയിൻ ചെയ്തു. അപ്പോൾ ഇതിവിടെ ഫിക്സായി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഈ അസംബ്ലിയെ കണ്ടോ, ഈ അസംബ്ലിയെ ഞാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഇവിടുത്തെ ഇതിൻ്റെ ആക്സസും റൊട്ടേറ്റ് ചെയ്യത്തുള്ളൂ.
അല്ലാതെ ആക്സിസ് റൊട്ടേറ്റ് ഇല്ല. ആ ആക്സിസിനെ നമ്മൾ കൺസ്ട്രെയിൻ ചെയ്തു, ആ ആക്സിസിനെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ എക്സ് വൈ പ്ലെയിൻ എടുക്കാൻ വേണ്ടി പോവാണ്. എക്സ് വൈ പ്ലെയിനെ ഞാൻ സെലക്ട് ചെയ്തു, എന്നിട്ട് ഞാൻ ഇതിൻ്റെ എക്സ് വൈ പ്ലെയിനെ സെലക്ട് ചെയ്തു. സോറി, നമുക്ക് എക്സ് വൈ പ്ലെയിൻ എടുക്കണ്ടായിരുന്നു. ഫിജറ്റ് സ്പിന്നറിനെ മൊത്തം കൺസ്ട്രെയിൻ ചെയ്യണമെങ്കിൽ അല്ല എക്സ് വൈ പ്ലെയിൻ എടുക്കണ്ടേ. ഇവിടെ നമുക്ക് ഇത് മാത്രമല്ല കൺസ്ട്രെയിൻ ചെയ്താൽ പോരെ, ഇത് മാത്രം കൺസ്ട്രെയിൻ ചെയ്താൽ മതി. അതുകൊണ്ട് നമുക്ക് ഈ ബോൾ ബെയറിങ്ങിനെ കൺസ്ട്രെയിൻ ചെയ്യണം. അപ്പോൾ ഈ ബോൾ ബെയറിങ്ങിനെ എടുത്തു, എന്നിട്ട് എക്സ് വൈ പ്ലെയിൻ എടുത്തു. കണ്ടോ? ഇനി എക്സ് വൈ പ്ലെയിനുമായിട്ട് നമ്മൾ അതിനെ മെയ്റ്റ് ചെയ്തു. എക്സ് വൈ പ്ലെയിനുമായിട്ട് മെയ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ എക്സ് വൈ പ്ലെയിനുമായിട്ട് നമ്മൾ അതിനെ ജോയിൻ ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ എക്സ് വൈ പ്ലെയിനുമായിട്ട് അതിനെ അസംബിൾ ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ എക്സ് വൈ പ്ലെയിനുമായിട്ട് അതിനെ കൺസ്ട്രെയിൻ. അപ്പോൾ എക്സ് വൈ പ്ലെയിൻ ചേഞ്ച് ചെയ്യാതെ ഫിജറ്റ് സ്പിന്നർ ഇനി എന്തൊന്നും ചെയ്യത്തില്ല, മൂവ് ചെയ്തിട്ടില്ല. ഓക്കെ. ഇപ്പം നമ്മൾ രണ്ട് കൺസ്ട്രെയിൻസ്, ഈ ബോൾ ബെയറിങ്ങിന്റെ ആക്സിസിനെ ഫിക്സ് ചെയ്തു, ബോൾ ബെയറിങ്ങിന്റെ ഫേസിനെ ഫിക്സ് ചെയ്തു. ഇനി ഒരു കൺസ്ട്രെയിൻ ഉണ്ട്, ആംഗിൾ കൺസ്ട്രെയിൻ. നമ്മൾ ആംഗിൾ കൺസ്ട്രെയിൻ സെലക്ട് ചെയ്ത് ഇനി നമുക്ക് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യേണ്ടത്? ഒരു സെക്കൻഡ്, നമുക്ക് നോക്കാം. നമ്മുടെ ഫിജറ്റ് സ്പിന്നർ റൊട്ടേറ്റ്, യെസ്, നമ്മുടെ ഫിജറ്റ് സ്പിന്നർ ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഈ ബോൾ ബെയറിങ്ങിനെ ഇവിടെ ആണി വെച്ച് അടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിനെ നമ്മൾ ആണി വെച്ച് അടിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഈ ഫിജറ്റ് സ്പിന്നർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? ഇനി നമ്മൾ ആംഗിൾ കൺസ്ട്രെയിൻസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ആംഗിൾ കൺസ്ട്രെയിൻസ് കൊടുക്കുക എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫിജറ്റ് സ്പിന്നറിനെ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യേണ്ടത്? ഈ ഡയറക്ഷനിലാണ് നമുക്ക് നമ്മുടെ ഫിജറ്റ് സ്പിന്നറിനെ റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഡയറക്ഷനിൽ നമുക്ക് നമ്മുടെ ഫിജറ്റ് സ്പിന്നറിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഡയറക്ഷനുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കൺസ്ട്രെയിൻ നമ്മൾ മേക്ക് ചെയ്തെങ്കിൽ മാത്രമേ, വെച്ചാൽ ഇവിടെ വരുന്ന ഏതെങ്കിലും ഒരു പ്ലെയിൻ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ട് വരുന്ന ഏതെങ്കിലും ഒരു പ്ലെയിനുമായിട്ട് നമ്മൾ ഇതിൻ്റെ ആംഗിളിനെ കൺസ്ട്രെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫിജറ്റ് സ്പിന്നറിനെ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഇങ്ങോട്ടാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പം ആ ഡയറക്ഷനുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺസ്ട്രെയിൻ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം ആ ഡയറക്ഷനുമായിട്ടുള്ള കൺസ്ട്രെയിൻ ഏതെങ്കിലും ഉണ്ടോ നോക്കുക. യെസ്, ഈ പ്ലെയിൻ കണ്ടോ? വൈ സെഡ് പ്ലെയിന് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത ഡയറക്ഷനെയാണ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ആ വൈ സെഡ് പ്ലെയിൻ എടുത്തു, കൺസ്ട്രെയിൻസ് എടുത്തു, ആംഗിൾ കൺസ്ട്രെയിൻസ് യൂണി ഡയറക്റ്റഡ് ആംഗിൾ സെലക്ട് ചെയ്തു, എന്നിട്ട് ഫിജറ്റ് സ്പിന്നറിൻ്റെ ഈ ഫേസ് അതിനെ രണ്ടിനെ ജോയിൻ ചെയ്യും. കണ്ടോ? അതിനെ രണ്ടിനെ അപ്പോൾ ആംഗിൾ ഫിക്സ് ആയി. എന്നുവെച്ചാൽ നമ്മൾ ഇനിയും ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ ഫിജറ്റ് സ്പിന്നറിനെ റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ രണ്ട് പ്ലെയിൻ, ഞാൻ ഈ രണ്ട് പ്ലെയിനെ തമ്മിൽ ജോയിൻ ചെയ്തില്ലേ, ആ ജോയിൻ ചെയ്ത രണ്ട് പ്ലെയിനിൻ്റെ ഇടയിൽ ആംഗിൾ കൂട്ടുകയും കുറയ്ക്കുകയും ഞാൻ ചെയ്യും. അങ്ങനെ രണ്ട് പ്ലെയിനിൻ്റെ ഇടയിലുള്ള ആംഗിൾ ഞാൻ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ ഫിജറ്റ് സ്പിന്നർ റൊട്ടേറ്റ് ചെയ്യുന്നത് പോലെ അപ്പിയർ ചെയ്യും. ഇനി നമുക്ക് റിലേഷൻഷിപ്പിലോട്ട് പോകാം. ഇത് കിടക്കുന്നു. എന്നിട്ട് ഡ്രൈവ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഡ്രൈവ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇതൊന്ന് ചെയ്യുക. ഇതിന് ഡ്രൈവ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇതിനെ നമ്മൾ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. അപ്പം നമ്മുടെ ഫിജറ്റ് സ്പിന്നർ എന്തോന്ന് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ സംഭവിക്കുന്നത് രണ്ട് പ്ലെയിനും തമ്മിലുള്ള ആംഗിള് 360 ഡിഗ്രി ചേഞ്ച് ചെയ്യുകയാണ്. 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 ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഫിജറ്റ് സ്പിന്നർ വർക്ക് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.